ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ. ഒരുപാട് നാളുകളായിട്ട് പലരും പറയുന്ന ഒരു കാര്യമാണ്, കുടുംബത്തിൽ എപ്പോഴും തകർച്ചകൾ, കൂടെയുള്ള ആക്സിഡൻറ്റുകൾ, കൂടെയുള്ള അപകടങ്ങൾ, ഒന്നിനു പുറകെ ഒന്നായിട്ട് ചില രോഗങ്ങൾ, ഇങ്ങനെ ഭയങ്കരമായിട്ട് അസ്വസ്ഥപ്പെട്ട് എപ്പോഴും ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങൾ എന്നെ വിളിച്ചതിൽ രണ്ടുപേര് വളരെ പ്രത്യേകമായിട്ട് പറഞ്ഞു, ബ്രദറെ, ഞങ്ങളുടെ കുടുംബത്തിൽ മാത്രം എന്താണ് ഈ അനർത്ഥങ്ങൾ ഒഴിവാകാത്തത്? ചില കാരണങ്ങളായിരിക്കും. എന്തായാലും നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. അതുപോലെ വേദന അനുഭവിക്കുന്ന, ഭാരപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്കിന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം 2 സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 9-ാം തിരുവചനം. നീ പോയിടത്തെല്ലാം ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നു, നിന്റെ മുമ്പിൽ നിന്റെ ശത്രുക്കളെയെല്ലാം ഞാൻ നശിപ്പിച്ചു. ഹല്ലേലൂയ. എത്ര മനോഹരമായ വചനം പറയുകയാണ്, നീ പോയിടത്തെല്ലാം ഞാൻ നിന്റെ മുമ്പിലുണ്ടായിരുന്നു, നിന്റെ ശത്രുക്കളെ നിന്റെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ നശിപ്പിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഓർക്കണം, കർത്താവിൻ്റെ കരം നമ്മുടെ കൂടെ ഉണ്ട്. എന്നിട്ടും നമ്മൾ ചില വിപത്തിൽ ചെക്കുന്ന വീഴുന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതുകൊണ്ടാണ്. അപ്പം എത്രമാത്രം ദൈവത്തിലേക്ക് ആശ്രയിച്ച് ദൈവത്തോട് ചേർന്ന് നമുക്ക് നിൽക്കാൻ പറ്റുമോ, അവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് പറ്റുള്ളൂ. ഈ നിമിഷങ്ങളിൽ കർത്താവെ, തകർന്നു പോയ ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് കൂടെ ഉണ്ടാകുന്ന ആക്സിഡൻറ്റുകൾ, അപകടങ്ങൾ, കൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ, ഒരാൾക്ക് മാറുമ്പോൾ മറ്റൊരാൾക്കെന്ന രീതിയിൽ മാറി വരുന്ന രോഗപീഠകളിൽ നിന്നെല്ലാം വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ മക്കളെ യേശുവിൻ്റെ നാമത്തിൽ ആ തിന്മയുടെ കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.